ഹലോ ഗായ്സ്. അപ്പൊ നമ്മൾ ഇന്ന് മൊരാരി ഏതോ വണ്ടർലായോ വീഗാലാൻഡോ എവിടെയോ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ മിഠായി വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് സൂചി കുത്താൻ കൊണ്ട് എവിടെയാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം നമ്മൾ സിംബേനെയും കൊണ്ട് വണ്ടറിലേക്ക് പോവാണ് ഗായ്സ്. പോകുന്ന വഴിക്കാണ് അറിഞ്ഞത് ബീച്ചിൽ വെച്ചിട്ട് കാലിക്കറ്റ് FC പ്ലെയേഴ്സിൻ്റെ അനൗൺസ്മെൻ്റ് ഉണ്ടെന്ന്. ബേസിൽ ജോസും വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ ബീച്ചിലേക്ക്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗെയിം കണ്ടത്. ഈ കീലയിൽ വെച്ചു ആരാന്ന് നീ വിവരം അറിയാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് നേരെ അക്കൻ്റെ കടയിൽ പോയിട്ട് ഒരു സെറ്റ് ദോശയും ഒരു ഡബിൾ ഓംപ്ലേറ്റും അടിച്ചു. ട്രെയിൻ 1:30 ആയതുകൊണ്ട് ഇഷ്ടം പോലെ സമയമുള്ളത് കൊണ്ട് നമ്മൾ നടക്കാവുള്ള മേമേൻ്റെ അടുത്ത് പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മൾ 6 പേരും പിന്നെ സിംബേനെയും കൂട്ടിയിട്ടാണ് വണ്ടർലയിലേക്ക് പോകുന്നത്. 1:30 ട്രെയിൻ വരുന്നത്. അപ്പോൾ ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു. നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേരവാര നടക്കലായിരുന്നു പരിപാടി. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 1:30 കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ വന്നു നമ്മൾ ട്രെയിൻ കയറി സെറ്റായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം സൈഡായി. ഞാനാണെങ്കിൽ സിംബേനെയും നോക്കിയിട്ട് അവിടെ ഇരുന്നു. സിംബയാണെങ്കിൽ ഒരു കച്ചറയിലിരുന്നു, നല്ല സെറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞ് സിംബയ്ക്ക് ഫുഡും ലിറ്ററും ഒക്കെ വെച്ച് കൊടുത്തു. കാരണം അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. നമ്മൾ ഏകദേശം എറണാകുളത്താറായപ്പോഴത്തേക്കും പെരും മഴയായിരുന്നു. റെയിൽവേ സ്റ്റേഷനിലൊക്കെ നനഞ്ഞിട്ടാണ് പോയത്. അത് കഴിഞ്ഞ് ഒരേ കൺഫ്യൂഷനായിരുന്നു, ഇവിടെ റൂം എടുക്കണോ അല്ലെങ്കിൽ വണ്ടർലയിൽ പോയിട്ട് റൂം എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ റൂം എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് നേരെ നമ്മൾ റൂമിലേക്ക്. റൂം ചെന്ന വട എല്ലാം സൈഡായി. അപ്പോഴാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. സിംബേൻ്റെ മേൽ ചെറിയൊരു പഴുപ്പ് ഒലിച്ചു വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താ പറ്റിയ എങ്ങനെയാണ് പറ്റിയെന്ന് ഒരു ഐഡിയ ആയിരുന്നു. ഒരു സർക്കിൾ പോലെ ഇങ്ങനെ പഴുപ്പ് ഒലിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയും നേരം തുള്ളി കളിച്ച ചെറുക്കനാണ് പെട്ടെന്ന് സൈലൻ്റ് ആയപ്പോൾ പോയി നോക്കിയതാണ് എന്താ പറ്റിയെന്ന്.